Hi, hello, my dear students. Today we are starting our part 5 class of Invasion and Resistance. Chapter 1, Class 8, Social Science. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ പഠിക്കുന്ന ഈ ചാപ്റ്റർ 1 ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് പാർട്ട് 5ലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇൻവേഷൻ എന്നുള്ള പോർഷനാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത് അല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇൻവേഷൻ അവിടെ എന്താണ് നമ്മൾ പഠിച്ചത്? നമ്മുടെ കേരളത്തിലേക്ക് അല്ല ഇന്ത്യയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഏതൊക്കെ രാജ്യക്കാരെ ഇൻവേഷൻ നടത്തി, അവരേതൊക്കെ ബാറ്റിൽസ് നടത്തി, അതിൽ ഇംഗ്ലീഷുകാരെ ഏതെല്ലാം ബാറ്റിൽസാണ് നടത്തിയത്, അങ്ങനെ ഇൻവേഷനെ സംബന്ധിച്ചുള്ള ഭാഗങ്ങളായിരുന്നു നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചത്. ബ്രിട്ടീഷുകാരുടെ ടാക്സേഷൻ പോളിസിയൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചു. രണ്ടാമത്തെ പാർട്ടിൽ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? റെസിസ്റ്റൻസ്. പാർട്ട് 4 ക്ലാസ്സിൽ ടീച്ചർ എന്താണ് പഠിപ്പിച്ചതെന്ന് നിങ്ങൾ കണ്ടു കാണും. ആരെങ്കിലും ഈ പാർട്ട് 1 തൊട്ട് 4 വരെയുള്ള പാർട്ടുകൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിൽ ടീച്ചർ ഇതെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതെടുത്ത് കാണണം. കണ്ടതിന് ശേഷം മാത്രമേ ഈ പാർട്ട് 5 വീഡിയോ ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാവുള്ളൂ. ഓക്കെ? എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനമുള്ളൂ. അപ്പോൾ ആ കണ്ടിന്യൂവേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് വേണം വരാൻ. അപ്പോൾ പാർട്ട് 4 വീഡിയോയിൽ നമ്മൾ എന്താ കണ്ടത്? റെസിസ്റ്റൻസ് നടത്തിയ 2 ടീമുകളെ നമ്മൾ കണ്ടു. ഒന്നാമത്തേത് ഇൻഡിഗോ ഫാർമേഴ്സ്. ഇപ്പോൾ ഇൻഡിഗോ ഫാർമേഴ്സ് റിവോൾട്ടാണ് നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചത്. വാട്ട് വാസ് ദ റീസൺ ഫോർ ഇൻഡിഗോ ഫാർമേഴ്സ് റിവോൾട്ട്, why they revolted against the British, and what was the impact of that Indigo farmers revolt. ഇപ്പോൾ ഇൻഡിഗോ ഫാർമേഴ്സ് റിവോൾട്ട് എന്ത് റീസൺ കൊണ്ടായിരുന്നു സംഭവിച്ചത്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു? അവിടെ നമ്മൾ കണ്ടു ഇൻഡിഗോ ഫാക്ടറീസ് ക്ലോസ് ചെയ്തു അല്ലേ? ഇൻഡിഗോ ഫാമിങ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ബംഗാളിൽ ഇൻഡിഗോ ഫാമിംഗ് എൻഡായി. അതുപോലെ തന്നെ അവിടുത്തെ ഇൻഡിഗോ ഫാക്ടറീസ് അതും ക്ലോസ് ആയി. ഇനി നമ്മൾ അവിടെ കണ്ട മറ്റൊന്നാണ് നമ്മുടെ ട്രൈബൽ റിവോൾട്ട്, ട്രൈബൽ റെസിസ്റ്റൻസ്. ട്രൈബൽ പീപ്പിള് നമ്മുടെ ബ്രിട്ടീഷ് പോളിസികളെ, ബ്രിട്ടീഷുകാരെ റെസിസ്റ്റ് ചെയ്തു. അതിൽ നമ്മൾ ഒരെണ്ണം കണ്ടത് ഏതാണ്? സന്താൾ റിബല്യൻ, ദെൻ മുണ്ട റിബല്യൻ. അപ്പം നമുക്കിന്ന് ഈ ട്രൈബൽ റിവോൾട്ടും അതുപോലെ തന്നെ മറ്റ് ബ്രിട്ടീഷുകാരെ റെസിസ്റ്റ് ചെയ്ത വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, അതുപോലെ റാണി ചിന്നമ്മ, ദെൻ ആറ്റിങ്ങൽ റിവോൾട്ട്, ഇങ്ങനെ 2-3 റെസിസ്റ്റൻസാണ് ഇന്ന് ടീച്ചർ പഠിപ്പിക്കുന്നത്. എല്ലാവരും നമുക്ക് ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കുക, ഇത് ബിർസ മുണ്ട. അപ്പോൾ റെസിസ്റ്റ് ചെയ്ത ഒരു ലീഡറാണ് ബിർസ മുണ്ട. അദ്ദേഹം മുണ്ട ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ലീഡറായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ മുണ്ട കമ്മ്യൂണിറ്റി ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരെ റെസിസ്റ്റ് ചെയ്തത്, അതിന് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി, അതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇതാണ് റാണി ചിന്നമ്മ. ഈ റാണി ചിന്നമ്മ വൈ ഷീ ഓൾസോ റിവോൾട്ടഡ് എഗനിസ്റ്റ് ദ ബ്രിട്ടീഷ്. അതാണ് നമ്മുടെ ഇന്നത്തെ അടുത്ത ഒരു പഠിത്തം. എന്തിനാണ് റാണി ചിന്നമ്മ, ഈ റാണി ചിന്നമ്മ ഏത് സ്ഥലത്തിൻ്റെ റാണിയായിരുന്നു, അവരെങ്ങനെയാണ് ബ്രിട്ടീഷുകാരെ റിവോൾട്ട് ചെയ്യാനായിട്ട്, എന്താണ് അതിൻ്റെ ഹിസ്റ്ററി, എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അടുത്തായിട്ട് നമ്മൾ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ഇദ്ദേഹം എന്തിനാണ്, ഇദ്ദേഹം എവിടെയായിരുന്നു, ആരായിരുന്നു, ഇദ്ദേഹം എന്തിനാണ് ബ്രിട്ടീഷുകാരെ റെസിസ്റ്റ് ചെയ്തത്, അവർക്കെതിരെ ഒരു റിവോൾട്ട് സംഘടിപ്പിച്ചത് എന്തിനാണ്? ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുക. ഓക്കെ, ആദ്യം നമുക്ക് മുണ്ട റിബല്ലിനെ പറ്റി പഠിക്കാം. മുണ്ട. What are the reasons for the result of Ulgan or Munda rebellion? Ulgan rebellion and Munda rebellion both are same അല്ലേ? അബ്രോർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഉൽഗുലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽഗുലാൻ മീൻസ് അബ്രോർ. ഒരു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു എന്താണ്, ഒരു വലിയ ഒരു മുന്നേറ്റം. ഉൽഗുലാൻ എന്ന് കണ്ടാലും മുണ്ട റിബല്യൻ എന്ന് കണ്ടാലും സെയിം ആണ്. ഇത് ഏത് വർഷമാണ് നടന്നതെന്ന് നോക്കിയേ?
it is the last decade of 19th century, that means 1899. 1899 നടന്ന ട്രൈബൽ റിവോൾട്ടാണ് ഉൽഗുലാൻ റിവോൾട്ട് ഓർ മുണ്ട റിബല്യൻ. ഉൽഗുലാൻ വാസ് എ ട്രൈബൽ റൈറ്റ് took place in the last decade of 19th century, 1899. This rebellion was led by Birsa Munda in the Munda tribal areas of present-day Jharkhand. ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുള്ളതിൽ ട്രൈബൽ പീപ്പിളിന് വേണ്ടി മാത്രം ഫോം ചെയ്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഒരു സ്റ്റേറ്റാണ് ജാർഖണ്ഡ്. അപ്പോൾ ഈ മുണ്ട കമ്മ്യൂണിറ്റി, ഈ മുണ്ട ട്രൈബൽ ഗ്രൂപ്പ് അവർ താമസിക്കുന്ന സ്ഥലമാണ് ജാർഖണ്ഡ്. അതായത് നിങ്ങൾ റാഞ്ചി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ റാഞ്ചി പോലെയുള്ള പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ജാർഖണ്ഡ്. അവിടെ ഒരു 85% ആൾക്കാരും ട്രൈബൽ പീപ്പിളാണ്. ട്രൈബൽ പീപ്പിൾ, അതിലെ ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് മുണ്ട ഗ്രൂപ്പ്, മുണ്ട ട്രൈബൽ ഗ്രൂപ്പ്. അവരുടെ ലീഡറായിരുന്നു ബിർസ മുണ്ട. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ വെച്ചിരിക്കുന്ന ഒരു ട്രൈബൽ ലീഡറാണ് ബിർസ മുണ്ട. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹം. അപ്പോൾ ദിസ് ട്രൈബൽ റിബല്യൻ വാസ് ലെഡ് ബൈ ബിർസ മുണ്ട. എവിടെയാണ് ഇത് നടന്നത്? ഇൻ ദ ട്രൈബൽ ഏരിയാസ് ഓഫ് പ്രസൻറ്റ് ഡേ ജാർഖണ്ഡ്. ബ്രിട്ടീഷ് ഇനി എന്താണ് ഇതിൻ്റെ റീസൺ? എന്തിനാണ് ഈ മുണ്ട ട്രൈബൽ ഗ്രൂപ്പ് ബ്രിട്ടീഷുകാരെ റെസിസ്റ്റ് ചെയ്യുന്നത്? ബ്രിട്ടീഷ് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ലാൻഡ് ഗ്രാബിംഗ് വാസ് ദ മെയിൻ റീസൺ ഫോർ ദിസ് റിബല്യൻ. ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ, സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്? ദെയർ ടാക്സേഷൻ പോളിസി. ദേ ഇമ്പോസ് ഹൈ ടാക്സ് ഫോർ all the tribal commodities, all the tribal products. They impose huge tax, high tax. So this British colonial exploitation and land grabbing. What is grabbing? Seizing. അല്ലേ? ലാൻഡ് സീസ് ചെയ്തു. ആരുടെ ലാൻഡാണ് സീസ് ചെയ്യുക? ദോസ് ഹു ഫെയിൽ ടു പേ ടാക്സ്. അപ്പോൾ ഈ ട്രൈബൽ ഗ്രൂപ്പ് അവിടുത്തെ ആൾക്കാരെ ടാക്സ് പേ ചെയ്യാനായിട്ട് അവർ ഫെയിലായി പോയാൽ, അല്ലെങ്കിൽ പേ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദെയർ ലാൻഡ് വാസ് ഗ്രാബ്ഡ് ബൈ ബ്രിട്ടീഷ് പീപ്പിൾ. സോ ദിസ് ലാൻഡ് ഗ്രാബിംഗ് ആൻഡ് ദിസ് എക്സ്പ്ലോയിറ്റേഷൻ വാസ് ദ റീസൺ ഫോർ മുണ്ട റിബല്യൻ. And what happened in this time? These rioters, these rebellions, they fight against the financial exploitation of money lenders and merchants. അപ്പോൾ മുണ്ട കമ്മ്യൂണിറ്റിക്ക് ഫൈറ്റ് ചെയ്യേണ്ടത് ബ്രിട്ടീഷുകാരോട് മാത്രമല്ല, ദേ ഓൾസോ ഫൈറ്റഡ് എഗെയിൻസ്റ്റ് ദ ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മണി ലെൻഡേഴ്സ്, അല്ലെ? ബ്ലേഡ് പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന പലിശക്കാരെ, അവർക്കെതിരെയും, ആൻഡ് ദ മർച്ചൻസ്. It was an armed rebellion against the British. What is the meaning? Armed rebellion, ആയുധമെടുത്തുള്ള പോരാട്ടമായിരുന്നു. They use arms and weapons for fighting against the British. What happened? Many Munda tribesmen were killed in the firing in Ranchi. So there was a firing in Ranchi by the British troops, and many tribal people, this Munda tribal men, were killed. And what happened to this Birsa Munda, their leader? Birsa Munda was imprisoned and he died in the custody of British. So Birsa Munda, he was imprisoned by the British and he was died in the custody. And the Munda rebellion was brutally suppressed by the British. Brutally suppressed. What is the meaning? വളരെ മൃഗീയമായിട്ട്, വളരെ മോശമായിട്ട് അവരെ സപ്രസ് ചെയ്യുന്നു. അവരെ തോക്കൊക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇവരെക്കാളും സൂപ്പർ വെപ്പൺസാണ് അവരുടെ കയ്യിലുള്ളത്. ആ വെപ്പണൊക്കെ ഉപയോഗിച്ച് ഈ ട്രൈബൽ പീപ്പിളിനെ അവരെന്ത് ചെയ്തു? കുറേയേറെ പേരെ കൊന്നുകളഞ്ഞു. സോ എ ലോട്ട് ഓഫ് ട്രൈബൽ പീപ്പിൾ, ദേ ലോസ് ദെയർ ലൈഫ്. ആൻഡ് ദിസ് Birsa Munda, he was imprisoned and he was also died in the custody of British. That was the end of Munda rebellion. Okay, it was happened in 1899 under the leadership of Birsa Munda, the leader of Munda community. The reason was the exploitation of the British and the land grabbing. Okay, do you understand? Okay, we can pass on the next rebellion.
ഇറ്റ് ഈസ് ദ റിബല്യൻ ബൈ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ഇപ്പം നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിലുള്ള ആളുകളുടെ ഒരു വീരനായകനാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം എന്തിനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത്? എന്താണ് അദ്ദേഹത്തിൻ്റെ റയറ്റിൻ്റെ കാരണം? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ വാസ് എ പോളിഗാർ. പോളിഗാർ മീൻസ് എ മിലിറ്ററി ലീഡർ ഓഫ് പാഞ്ചാലംകുറിച്ചി. പാഞ്ചാലംകുറിച്ചി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു പ്രദേശത്തിൻ്റെ അവിടുത്തെ ഒരു മിലിറ്ററി ലീഡറായിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ഹി വാസ് നോട്ട് എ പ്രിൻസ്, ഹി വാസ് നോട്ട് എ കിങ്. അദ്ദേഹം കിങ് അല്ല. അദ്ദേഹം ഒരു കിങ്ങിൻ്റെ അണ്ടറിൽ ജോലി ചെയ്യുന്ന ഒരു മിലിറ്ററി ലീഡറായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, പലരും ചിന്തിക്കുന്നത് ഈ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഒരു പ്രിൻസ് ആയിരുന്നു, അദ്ദേഹം ഒരു കിങ് ആയിരുന്നെന്നാണ്. നോ, ഹി വാസ് നോട്ട് എ കിങ്, ഹി വാസ് എ മിലിറ്ററി ലീഡർ. സോ ഹി വാസ് എ പോളിഗാർ. ഈ പേരൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, പോളിഗാർ. ഹി വാസ് എ പോളിഗാർ ഇൻ പാഞ്ചാലംകുറിച്ചി. ആ സ്ഥലത്തിൻ്റെ പേര് ഓർക്കുക, പാഞ്ചാലംകുറിച്ചി. ആസ് എ റിനൗൺസ്ഡ് പ്രൊട്ടക്ടർ ഓഫ് ദി പീപ്പിൾ, കട്ടബൊമ്മൻ ഗാട്ട് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് പീപ്പിൾ. ഹി വാസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് ഹിസ് പീപ്പിൾ ആൻഡ് ഹി വാസ് എ പ്രൊട്ടക്ടർ ഓഫ് ഹിസ് പീപ്പിൾ. സോ ഹി വാസ് എ ഗുഡ് റിലേഷൻ വിത്ത് ഹിസ് പീപ്പിൾ. അതായത് രാജാവിന് ജനങ്ങളുമായിട്ടുള്ള റിലേഷനേക്കാളും വളരെ സ്ട്രോങ് ആയിരുന്നു ഈ വീരപാണ്ഡ്യ കട്ടബൊമ്മനും അദ്ദേഹത്തിൻ്റെ ജനങ്ങളും തമ്മിലുള്ള റിലേഷൻ. എന്തുകൊണ്ടാണ്? അദ്ദേഹം ജനങ്ങളെ എപ്പോഴും ഹെൽപ്പ് ചെയ്തിരുന്നു. ഹി വാസ് എ ഗുഡ് ലീഡർ, ഹി വാസ് എ ഗുഡ് മിലിറ്ററി ലീഡർ. സോ ഹി വാസ് എ ഗുഡ് ബോണ്ട്. ദ ബോണ്ട് ബിറ്റ്വീൻ ദിസ് കട്ടബൊമ്മൻ ആൻഡ് ദ പീപ്പിൾ വെയർ വെരി സ്ട്രോങ്. The ruler of Panchalankuruchi surrendered to the British, but Kattabomman was not willing to do so. So, ruler of Panchalankuruchi, his king, he surrendered to the British. ഇദ്ദേഹത്തിൻ്റെ രാജാവ് ബ്രിട്ടീഷുകാർക്ക് സറണ്ടർ ചെയ്തു. ബട്ട് കട്ടബൊമ്മൻ വാസ് നോട്ട് വില്ലിംഗ് ടു ഡു സോ. പക്ഷേ അഭിമാനിയായ കട്ടബൊമ്മൻ അങ്ങനെ സറണ്ടർ ചെയ്യാനായിട്ട് തയ്യാറായില്ല. ഹി ഡിഡ് നോട്ട് വാണ്ട് ടു സറണ്ടർ ടു ബ്രിട്ടീഷ്. കട്ടബൊമ്മൻ ഓൾസോ ക്വസ്റ്റ്യൻ ദ ടാക്സേഷൻ പോളിസീസ് ഓഫ് ബ്രിട്ടീഷ്. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ടാക്സേഷൻ പോളിസിയെയും അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്തു. എപ്പോഴാണ്? വെൻ ദേ റേസ് ദ എക്സിസ്റ്റിംഗ് ടാക്സസ്. ബ്രിട്ടീഷുകാർ ആ രാജാവിനെ കൊണ്ട് സറണ്ടർ ചെയ്യിച്ചിട്ട് അവിടുത്തെ ടാക്സ് അവർ ഇൻക്രീസ് ചെയ്തു. അതിനെയും ആര് ക്വസ്റ്റ്യൻ ചെയ്തു? ദിസ് കട്ടബൊമ്മൻ. ആരായിരുന്നു കട്ടബൊമ്മൻ? ഹി വാസ് എ മിലിറ്ററി ലീഡർ ഓഫ് പാഞ്ചാലംകുറിച്ചി. And what happened to the king of Panchalankuruchi? He surrendered to the British. But what was the decision of Kattabomman? Kattabomman didn't want to surrender the British. Also, he questioned the taxation policy of British when they raised the taxes. Then what happened to the Kattabomman? Kattabomman and Marut Pandya brothers, another military leaders, Marut Pandyas, and this Kattabomman and Marut Pandyas, they fought against the British and died as heroes. The British, they killed both Kattabomman and Marut Pandyas. അപ്പോൾ കട്ടബൊമ്മനും എന്തു തന്നെയാണ് സംഭവിച്ചത്? ഈ ബിർസ മുണ്ടായെ പോലെ തന്നെ ബ്രിട്ടീഷുകാരാൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ ബ്രിട്ടീഷുകാരെ റെസിസ്റ്റ് ചെയ്ത നമ്മുടെ ഒരു മിലിറ്ററി ലീഡറാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. അദ്ദേഹത്തെ പോളിഗാർ എന്നാണ് പറയുക, പോളിഗാർ. ഓക്കെ, അപ്പം നമ്മളൊരു മിലിറ്ററി ലീഡറെയും പഠിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ ഇൻഡിഗോ ഫാർമേഴ്സിനെ പഠിച്ചു, പിന്നെ ട്രൈബൽ ഗ്രൂപ്പിൽ മുണ്ട റിബല്യൻ പഠിച്ചു, ഇപ്പോൾ ഒരു മിലിറ്ററി ലീഡറായ വീരപാണ്ഡ്യ കട്ടബൊമ്മനെ പറ്റി പഠിച്ചു. ദെൻ വി ക്യാൻ പാസ് ഓൺ ടു ദ നെക്സ്റ്റ് പോർഷൻ, ദറ്റ് ഈസ് ചിന്നമ്മ. റാണി ചിന്നമ്മ ഓഫ് കിട്ടൂർ ഡിക്ലെയർഡ് വാർ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. വൈ? കിട്ടൂർ അത് ഒരു കർണാടക പ്രദേശത്തുള്ള ഒരു സ്ഥലമായിരുന്നു, കർണാടകയുടെ പ്രദേശത്തുള്ള സ്ഥലമായിരുന്നു ഈ റാണി ചിന്നമ്മയുടെയൊക്കെ രാജ്യം. കിട്ടൂർ ഒരു ചെറിയ രാജ്യമായിരുന്നു, ഒരു നാട്ടുരാജ്യമായിരുന്നു ഈ കിട്ടൂർ. സോ കിട്ടൂർ വാസ് എ പ്രിൻസ്ലി സ്റ്റേറ്റ് ഇൻ കർണാടക ദാറ്റ് റെക്കഗ്നൈസ് ദ സൂപ്രമസി ഓഫ് ദ മറാത്ത റൂൾ. ഇവർ ഓൾറെഡി മറാത്ത, അതായത് ശിവജിയുടെ മറാത്തക്കാരുടെ റൂളിനെ, അവരുടെ സൂപ്രമസിയെ റെക്കഗ്നൈസ് ചെയ്ത് അവരുടെ ഒരു തണലിൽ ജീവിച്ച ഒരു കൊച്ചു രാജ്യമായിരുന്നു കിട്ടൂർ. ചിന്നമ്മയുടെ ഭർത്താവായിരുന്നു അവിടുത്തെ രാജാവ്. വെൻ ദ ബ്രിട്ടീഷ് വൺ തേർഡ് ആംഗ്ലോ മറാത്ത വാർ ഇൻ കിട്ടൂർ,
ഏരിയ കം അണ്ടർ ദ കൺട്രോൾ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. പക്ഷേ ഈ കിട്ടൂർ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ പിന്നീട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടി. ആ യുദ്ധത്തിൻ്റെ പേരെന്താണ്? തേർഡ് ആംഗ്ലോ മറാത്ത വാർ. ആംഗ്ലോ മറാത്ത വാറിൽ മറാത്തകൾ ബ്രിട്ടീഷുകാരോട് തോൽക്കുകയും അങ്ങനെ മറാത്തകളുടെ അണ്ടറിലുണ്ടായിരുന്ന കിട്ടൂർ പോലുള്ള പ്രദേശങ്ങളൊക്കെ അത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തു. വെൻ ദ ബ്രിട്ടീഷ് വൺ ദ തേർഡ് ആംഗ്ലോ മറാത്ത വാർ, ദ കിട്ടൂർ ഏരിയ കം അണ്ടർ ദ കൺട്രോൾ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ മറാത്തകൾ പരാജയപ്പെടുത്തുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. തീർച്ചയായിട്ടും മറാത്തകളുടെ കയ്യിലുണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ആർക്ക് സ്വാഭാവികമായിട്ടും കിട്ടും? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടും. അങ്ങനെ കിട്ടൂർ പ്രദേശവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിലായി. ഓക്കെ. ദ റൂളർ ഓഫ് കിട്ടൂർ വാസ് ശിവലിംഗ രുദ്രദേശായി. ചിന്നമ്മയുടെ, ഈ റാണി ചിന്നമ്മയുടെ ഹസ്ബൻഡാണ് ശിവലിംഗ രുദ്രദേശായി. ഹി വാസ് ദ റൂളർ ഓഫ് കിട്ടൂർ ആൻഡ് റാണി ചിന്നമ്മ വാസ് ഹിസ് റാണി, ഹിസ് വൈഫ്. After his death, what happened to this Sivalinga Rudradeshai? He died. After his death, his widow Chinnamma, she decided to adopt a boy. Why? Because this Rani Chinnamma and this Shivalinga Rudradeshai, they had no children. So Chinnamma, after the death of her husband, Chinnamma decided to adopt a boy. But what happened? This English East India Company, they didn't like to adopt a boy by Rani Chinnamma, so they prevented the adoption. എന്തുകൊണ്ടായിരിക്കും ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചിന്നമ്മയെ ഒരു ബോയിയെ അഡോപ്റ്റ് ചെയ്യാൻ സമ്മതിക്കാതിരുന്നത്? ചിന്നമ്മയുടെ മരണശേഷം ഈ കിട്ടൂർ പ്രദേശങ്ങൾ അവർക്ക് ലഭിക്കുമെന്ന് അവർക്കറിയാം. അപ്പോൾ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കുട്ടി ഇതിൻ്റെ ഭരണം ഏറ്റെടുക്കും. അങ്ങനെ അവർക്കത് നഷ്ടപ്പെടും. അതുകൊണ്ട് അവരൊരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. സോ വാട്ട് ഹാപ്പൻ? ദേ പ്രിവെൻറ്റഡ് ദ അഡോപ്ഷൻ ഓഫ് എ ബോയ് ബൈ റാണി ചിന്നമ്മ. ദാറ്റ് വാസ് ദ ഇഷ്യൂ ബിറ്റ്വീൻ റാണി ചിന്നമ്മ ആൻഡ് ബ്രിട്ടീഷ്. അപ്പോൾ ബ്രിട്ടീഷുകാരും റാണി ചിന്നമ്മയും തമ്മിലുള്ള ഇഷ്യൂ എന്തായിരുന്നു? ഈ അഡോപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ആയിരുന്നു. Rani Chinnamma wanted to adopt a boy after the death of her husband, but East India Company prevented the adoption. Company annexed Kittur to British India. Company ഈ കിട്ടൂറിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് അനെക്സ് ചെയ്തു. ദിസ് പ്രൊവോക്ഡ് റാണി. അതോടെ റാണി അവരുമായിട്ട് എതിരായി. പ്രൊവോക്ഡ് ഇത് റാണിയെ പ്രൊവോക്ക് ചെയ്യപ്പെട്ടു. ചിന്നമ്മ ഷീ ഡിക്ലെയർഡ് വാർ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ഓക്കെ. അപ്പോൾ നമുക്ക് ചിന്നമ്മേനെ ഒന്നുകൂടി കാണാം. ഇതാണ് നമ്മുടെ റാണി ചിന്നമ്മ. ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറാവുകയും അത് ബ്രിട്ടീഷുകാർ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്തതാണ് ദ ഇഷ്യൂ ബിറ്റ്വീൻ റാണി ചിന്നമ്മ ആൻഡ് ബ്രിട്ടീഷ്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ആറ്റിങ്ങൽ റിവോൾട്ട്. ഇതൊരു പ്രധാനപ്പെട്ടതാണ്. ആറ്റിങ്ങൽ റിവോൾട്ട് നമ്മുടെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിപ്പിച്ച ജനങ്ങൾ ഇൻവോൾവ് ആയ ജനങ്ങളുടെ സഹകരണത്തോടു കൂടി നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റിവോൾട്ടാണ് ആറ്റിങ്ങൽ റിവോൾട്ട്. നടന്ന വർഷം 1721. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഇത് നമുക്ക് ഷുവർ ക്വസ്റ്റ്യനാണ്. വാട്ട് വാസ് ദ റീസൺ ഫോർ ആറ്റിങ്ങൽ റിവോൾട്ട്? നമ്മുടെ കേരളത്തിലെ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സംഭവിക്കുന്നത്. ആറ്റിങ്ങൽ അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് റാണിയായിരുന്നു. ഒരു റാണിയാണ്. ആറ്റിങ്ങൽ റാണി എന്നാണ് അവരറിയപ്പെടുക. അപ്പോൾ ഈ റാണിയുമായിട്ടുള്ള ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ചില ഇഷ്യൂസാണ് ആറ്റിങ്ങൽ റിവോൾട്ടിൻ്റെ കാരണം. ആറ്റിങ്ങൽ റിവോൾട്ട് നടത്തിയത് ഒരു മിലിറ്ററി ലീഡറോ അല്ലെങ്കിൽ ഒരു റാണിയോ അങ്ങനെയുള്ള ആരുമല്ല. അവിടുത്തെ ആറ്റിങ്ങലിലെ ജനങ്ങളാണ് ഈ റിവോൾട്ട് നടത്തിയത്. സാധാരണ ജനങ്ങളെ, പീപ്പിൾ ഓഫ് ആറ്റിങ്ങൽ. അപ്പോൾ അത് തന്നെയാണ് ഈ ആറ്റിങ്ങൽ റിവോൾട്ടിൻ്റെ പ്രാധാന്യം. അപ്പം നമുക്ക് നോക്കാം. അവിടുത്തെ ആറ്റിങ്ങലിലെ പീപ്പിൾ എന്തിനാണ് റിവോൾട്ട് സംഘടിപ്പിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ? അവരെന്താണ് ചെയ്തത്? ഇവിടെ ബ്രിട്ടീഷുകാർക്ക് ഒരു 140ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ബ്രിട്ടീഷുകാർക്കാണ് ഇവിടെ കാഷ്വാലിറ്റി ഉണ്ടായത്. ഇതുവരെ നമ്മൾ പഠിച്ച ഓരോ റിവോൾട്ടിലും നമ്മൾ ആർക്കാണ് കാഷ്വാലിറ്റി ഉണ്ടായത്? ഇപ്പോൾ മുണ്ട റിബല്യനിലാണെങ്കിൽ ട്രൈബൽ പീപ്പിളിനാണ്, ബിർസ മുണ്ടയ്ക്കാണ്. അതുപോലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ്റെ കേസിലാണെങ്കിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ് ജീവൻ നഷ്ടപ്പെട്ടത്.
ഇനി ചിന്നമ്മ, റാണി ചിന്നമ്മയുടെ കേസിലാണെങ്കിൽ റാണി ചിന്നമ്മയാണ് കൊല്ലപ്പെട്ടത് അല്ലേ. എന്നാൽ ഇവിടെ ആറ്റിങ്ങൽ റിവോൾട്ട് വരുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടത് 140ഓളം ബ്രിട്ടീഷുകാർക്കാണ്. ഓക്കെ, അവരെയാണ് ജനങ്ങൾ വെട്ടി കൊന്നത്. അപ്പോൾ എന്തിനാണ് ഈ ആറ്റിങ്ങൽ റിവോൾട്ട് നടന്നതെന്ന് നമുക്കൊന്ന് പഠിക്കാം. ദ ആറ്റിങ്ങൽ റിവോൾട്ട് വാസ് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിബല്യൻ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസ്ഡ് റിബല്യൻ നടന്ന ഒന്നാമത്തേതാണ് ആറ്റിങ്ങൽ റിവോൾട്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വാസ് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിബല്യൻ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ? ആൻസർ ആറ്റിങ്ങൽ റിവോൾട്ട്. അടുത്ത ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ദ ഇയർ ഓഫ് ആറ്റിങ്ങൽ റിവോൾട്ട് 1721. വാട്ട് ഹാപ്പൻഡ് ഇൻ ആറ്റിങ്ങൽ? The British were constantly trying to create chaos in the ആറ്റിങ്ങൽ region. ഈ ആറ്റിങ്ങലിലെ ഒരു ഹിസ്റ്ററി ടീച്ചർ എന്ന് പറയാം. ഈ ബ്രിട്ടീഷുകാർക്ക് കേരളത്തിൽ വന്നിട്ട് ഒരു ഫോർട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു രാജാക്കന്മാരും സമ്മതം കൊടുത്തില്ല. എന്നാൽ അവർ ആറ്റിങ്ങൽ റാണിക്ക് കുറച്ച് സമ്മാനമൊക്കെ കൊടുത്ത് റാണിയെ വശത്താക്കുകയും അഞ്ചുതെങ്ങെന്ന് പറയുന്ന സ്ഥലത്ത് അവരൊരു കോട്ട കെട്ടാനായിട്ട് ആറ്റിങ്ങൽ റാണിയിൽ നിന്നും പെർമിഷൻ വാങ്ങുകയും ചെയ്തു. എന്നിട്ട് ആദ്യമായിട്ട് അവരവരുടെ കോട്ട അഞ്ചുതെങ്ങിൽ സ്റ്റാർട്ട് ചെയ്തു. അവിടെ കുറച്ച് ബ്രിട്ടീഷ് ട്രൂപ്പിനെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ ഒരു ഫോർട്ട് ആരംഭിച്ചു. ഇത് പീപ്പിൾ ഓഫ് ആറ്റിങ്ങൽ ഡിഡ് നോട്ട് ലൈക്ക്. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരതിനെ ഒരു സെക്യൂരിറ്റി ത്രെറ്റായിട്ട് തന്നെ കണ്ടു. എന്നാൽ റാണിക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ റാണിക്ക് എന്ത് കൊടുക്കും? ഗിഫ്റ്റുകൾ കൊടുക്കും. ഈ ഗിഫ്റ്റ് മേടിച്ച റാണി ബ്രിട്ടീഷുകാരുടെ പക്ഷത്തായി. ഓക്കെ, അതാണ് അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട്. ഇനി നോക്കിക്കേ, ഈ ബ്രിട്ടീഷുകാരെ ആറ്റിങ്ങലിൽ ദേ ആർ കോൺസ്റ്റൻ്റ്ലി ട്രൈങ് ടു ക്രിയേറ്റ് കെയോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ദ ബ്രിട്ടീഷ് ട്രൈ ടു റിപ്പീറ്റ് ദ പ്രാക്ടീസ് ഓഫ് ഗിവിംഗ് റിവാർഡ് ടു ദ റൂളിംഗ് ആറ്റിങ്ങൽ റാണി എവറി ന്യൂ ഇയർ ഇൻ 1921 ആസ് വെൽ. അവരെല്ലാ വർഷവും ന്യൂ ഇയറിൽ ആറ്റിങ്ങൽ റാണിക്ക് എന്ത് കൊടുക്കും? ഗിഫ്റ്റ് കൊടുക്കും. അതുപോലെ തന്നെ 1721 അവർ അതേ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തു. അവർ ഗിഫ്റ്റ് കൊടുക്കാൻ പോയി. Then what happened? A British contingent of 140 led by Gifford arrived to give gift to the ആറ്റിങ്ങൽ റാണി was attacked. അപ്പോൾ അവിടുത്തെ ജനങ്ങളെ പതിയിരിക്കുകയും ആറ്റിങ്ങൽ റാണിക്ക് ഗിഫ്റ്റുമായിട്ട് പോയ ഒരു കണ്ടീജൻറ്റ്, ഒരു പൊസഷൻ 140 പേരുണ്ടായിരുന്നു. അതിൽ കൂടുതലും ബ്രിട്ടീഷുകാരും കുറച്ച് നാട്ടുകാരും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് നാട്ടുകാരും. അങ്ങനെ ഒരു 140 ആൾക്കാരുടെ ഒരു പൊസഷൻ, ഒരു കണ്ടീജൻറ്റ് എങ്ങോട്ട് പോവുകയായിരുന്നു? ഗിഫോർഡിൻ്റെ നേതൃത്വത്തിൽ, ആ ബ്രിട്ടീഷുകാരൻ്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ റാണിയുടെ അടുത്തേക്ക് പോകുമായിരുന്നു. അവരെ ജനങ്ങൾ അറ്റാക്ക് ചെയ്തു. ആൻഡ് കിൽഡ് ബൈ ലോക്കൽസ് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് ക്ലാസ്, കളർ, കാസ്റ്റ് ആൻഡ് റിലീജിയൻ. ഈ 140 ആൾക്കാരിലെ ബ്രിട്ടീഷുകാരുണ്ടോ, ഇന്ത്യക്കാരുണ്ടോ, കേരളീയരുണ്ടോ എന്നൊന്നും നോക്കാതെ, അവരുടെ കാസ്റ്റോ കളറോ റിലീജിയനോ ഒന്നും നോക്കാതെ 140 പേരെയും ആൾക്കാർ എന്ത് ചെയ്തു? കില്ല് ചെയ്ത് കളഞ്ഞു, കൊന്നു കളഞ്ഞു. ദിസ് ഇൻസിഡൻറ്റ് was known as ആറ്റിങ്ങൽ revolt. So this revolt was conducted by the people of Attingal against the British troop. Okay, the British fort അഞ്ചുതെങ്ങ് was surrounded and blocked. അവരുടെ അഞ്ചുതെങ്ങ് ആ ഫോർട്ട് ആളുകൾ സറൗണ്ടർ ചെയ്യുകയും അത് ബ്ലോക്കേഡ് ആക്കുകയും ചെയ്തു. അതിനെ അവരെ ബ്ലോക്ക് ചെയ്തു. അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുത്തു. അതാണ് ആറ്റിങ്ങൽ റിവോൾട്ടിൻ്റെ ഇമ്പാക്റ്റ്. എന്തൊക്കെ സംഭവിച്ചു ആറ്റിങ്ങൽ റിവോൾട്ടിലെ? ജനങ്ങൾ 140 പേരെ ബ്രിട്ടീഷുകാരെ കൊല്ലുകയും അവരുടെ അഞ്ചുതെങ്ങ് കോട്ട ബ്ലോക്കേഡ് ആക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിതമായിട്ട് ഇന്ത്യയിൽ നടന്ന ഒന്നാമത്തെ റിവോൾട്ടായിരുന്നു ആറ്റിങ്ങൽ റിവോൾട്ട്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിബല്യൻ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ 1721. അപ്പോൾ ആറ്റിങ്ങൽ റിവോൾട്ട് ഒരു പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പരീക്ഷയ്ക്കൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാവരും പഠിക്കുക. ഓക്കെ, ചിന്നമ്മയുടെ നമ്മൾ പഠിച്ചു, റാണി ചിന്നമ്മ. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു വെരി മച്ച്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് എന്താണെന്നോ? നമ്മുടെ ലാസ്റ്റ് വൺ, അതായത് ഒരു ചെറിയ പോർഷനായിരിക്കും അടുത്ത ക്ലാസ് എന്ന് പറയുന്നത്. അത് ഷിപ്പോയ്
ലഹള എന്നും അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു റെസിസ്റ്റൻസ് ആണ് നമ്മൾ നാളെ പഠിക്കുക. എല്ലാവരും കാത്തിരിക്കുക. അടുത്ത ദിവസം തന്നെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. താങ്ക് യു ചിൽഡ്രൻ. താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.